ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരു ദോശ ഉണ്ടാക്കിയാലോ? വായോ. ഞാൻ ഈ ദോശപ്പൊടി വാങ്ങിച്ചത് നമ്മുടെ മലയാളി കടയിൽ നിന്നാണ്. ഇപ്പം ഞാൻ താമസിക്കുന്നിടത്ത സ്ഥലത്ത് അടുത്താണ് വേറൊരു മലയാളി കടയുണ്ട്, അവിടെ നിന്നാണ് വാങ്ങിയത്. മൈൽ എന്ന് പറയുന്നൊരു ബ്രാൻഡായിരുന്നു. 1 കപ്പ് ദോശപ്പൊടിക്ക് 2 കപ്സ് വാട്ടറാണ് ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് തലേദിവസം രാത്രിയിൽ മിക്സ് ചെയ്തിട്ട് വെക്കുക. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ പുളിച്ചിരിക്കുമെന്നാണ് പാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. ആവശ്യമെങ്കിൽ ചോറും അരച്ച് ചേർക്കാം. ഞാൻ ചോറ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഇത് പുളിക്കുമെന്ന് വിചാരിക്കേണ്ട. നന്നായിട്ട് പുളിക്കില്ല, എന്നാലും ഓക്കെ, സെറ്റാണ്. പിന്നെ എക്സാക്റ്റ് ദോശയുടെ ഒരു ടേസ്റ്റ് കിട്ടത്തൊന്നുമില്ല. ഒരു 6 ഔട്ട് ഓഫ് 10 മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് കഴിക്കാം, അത്രേ ഉള്ളൂ. പിന്നെ ഒരു പിറ്റേ ദിവസം കൂടെ ഒന്നുകൂടെ വെച്ചാൽ നല്ല പെർഫെക്റ്റായിട്ട് കുറച്ചുകൂടെ ബെറ്ററായിട്ട് കിട്ടുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ നമ്മൾ ദോശമാവൊക്കെ കലക്കി വെച്ചതിൻ്റെ പിറ്റേ ദിവസം രാവിലെ മാവ് ഏതാണ്ട് സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും എനിക്ക് അത്യാവശ്യം കുറച്ച് പേപ്പർ വർക്ക്സും കാര്യങ്ങളും ഉണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി. തിരിച്ച് വന്നപ്പം മണി 10 ആയിട്ടുണ്ട്. അപ്പോൾ ടൈം ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് തന്നെ കറി വെക്കാനൊന്നും സമയമില്ല. പക്ഷേ ദോശമാവ് ഉള്ളതുകൊണ്ട് തന്നെ ദോശ ഉണ്ടാക്കണമെന്നൊരാഗ്രഹം. അങ്ങനെ പെട്ടെന്നൊരു ഐഡിയ തോന്നിയതാണ്, ഒരു മുട്ട ദോശ ഉണ്ടാക്കിയല്ലോ, ഇതാകുമ്പോൾ കറി വെക്കാൻ സമയം പോകണ്ടല്ലോ. അങ്ങനെ മുട്ടയും പൊട്ടിച്ചൊഴിച്ച് അതിൻ്റെ പുറത്തൊരു സോസ് ഉണ്ട്. അത് ഞാൻ ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അതായത് ഒരു ചൈനീസ് സോസാണ്, ഓൾമോസ്റ്റ് എല്ലായിടത്തും കിട്ടുന്നതാണ്, ഇച്ചിരി എരിവുള്ളതാണ്. അങ്ങനെ ആ ദോശയും ഒരു നോർമൽ ദോശയും ഉണ്ടാക്കി ഒരു കോഫിയൊക്കെ എടുത്ത് എൻ്റെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഫിനിഷായി കേട്ടോ. കുറച്ച് മാവ് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാവ് ഞാൻ കലക്കി വെച്ചത് തന്നെ എനിക്ക് മസാല ദോശ ഉണ്ടാക്കണം, അതിൻ്റെ കൂട്ടത്തിൽ കോഫി കുടിക്കണം, ചട്നി ഉണ്ടാക്കണം, സാമ്പാർ ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ്. പക്ഷേ ഇതൊന്നും നടക്കാത്തതുകൊണ്ട് ആ ഒരു വിഷമത്തിന് പിന്നെ എനിക്ക് അത്രയും മതിയായതുകൊണ്ടും മാത്രം ഞാൻ പിറ്റേ ദിവസത്തിന് കുറച്ച് മാവ് മാറ്റി വെച്ചു. പിറ്റേ ദിവസം കണ്ടില്ലേ, കുറച്ചുകൂടെ നല്ല ദോശ കിട്ടി. ഒരു കിഴങ്ങ് വെച്ചിട്ട് ഞാൻ ഇത്തിരി മസാല ഉണ്ടാക്കി. ഇതൊന്നും പെർഫെക്റ്റ് അല്ല, എല്ലാം തട്ടിക്കൂട്ടാണ്, പക്ഷേ മസാല ദോശയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടും. അങ്ങനെ ദോശമാവൊക്കെ ഒഴിച്ച് മസാല റെഡിയാക്കി വെച്ചതും അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് അതൊന്ന് ഞാൻ ഓപ്പോസിറ്റ് മടക്കിയത് കാരണം കുഞ്ഞിലൊരു പാനിലാണ് ഉണ്ടാക്കിയത്. പിന്നെ നമ്മൾ തന്നെയല്ലേ കഴിക്കണേ. അപ്പം ഇത്രയും പെർഫെക്ഷനൊക്കെ മതിയെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. ഓക്കെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ. ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയായിരുന്നു ആ ഒരു ദോശ കഴിച്ചപ്പോൾ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു സാമ്പാർ ഉണ്ടാക്കി. സാമ്പാറെന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. കിഴങ്ങും സവോള, തക്കാളി, പിന്നെ കുറച്ച് പരിപ്പും, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൗഡറൊന്നും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. ഇത്രയും മാത്രം ചേർത്താണ് ഉണ്ടാക്കിയത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഒരു ഫിൽറ്റർ കോഫിയും കൂടി ഉണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്, ചൂസ്.